ഇല്ല ഇല്ല, പോലീസ് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു ജോമോന് അർഹമായ ശിക്ഷ തന്നെ കിട്ടണം. ജോമോനും ജോമോൻ്റെ കൂട്ടാളികൾക്കും ഇതിന് പങ്കുള്ളവർക്കും. പ്രശ്നങ്ങളുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ഷെയർ പിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ. ഇച്ചിരി ഒടുക്കത്തിൽ തന്നെയായിരുന്നു അവർ. പിന്നെ വേറെ കൂടുതലായിട്ടൊന്നും ബീച്ചാർ ഇങ്ങനെ അവനൊന്നും കൊടുക്കാനുള്ളതായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല ഇല്ല, ജോമോന് പണം കൊടുക്കാനില്ല. ഞങ്ങൾ ബീച്ചാറിന് അങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. പൈസ ആയിട്ടൊന്നും അത് ഇവര് സാധനങ്ങൾ ഷെയർ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ എഗ്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ സാധനം വിചാരണം വെച്ചിട്ടുണ്ടായിരുന്നു, എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടതാണ്. തുടർച്ചയായിട്ടില്ല, ഒരു തവണ എന്നെ വിളിച്ചായിരുന്നു. വിളിച്ചത് ഇങ്ങനെയാണ്, ബിജുവിൻ്റെ കൊല്ലൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പോകുന്നതാ. അതെ അതെ. ഇവിടെ ഒരു കിഡ്നാപ്പിംഗ് നടന്നെന്ന് അറിയുന്നത് പിറ്റേ ദിവസം, അതായത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഞാൻ അറിയുന്നത്. ബീച്ച ഇവിടെ അങ്ങനെ ബീച്ചാണ് ബിസിനസ് പരമായിട്ട് പോകുമ്പോൾ അങ്ങനെയൊന്നും വിളിക്കത്തില്ല. വരും. ഇല്ല, ഫോൺ കൊണ്ടുപോയില്ല. അന്ന് ചാർജ് ഇല്ല, അതുകൊണ്ട് പുള്ളി കുത്തി വെച്ചിട്ട് പോയതാണ്. അതങ്ങനെ ഇവിടെ കുത്തി വെച്ചിട്ട് പോകുന്നതാണ്. ചാർജ് ഇല്ലെങ്കിൽ കുത്തി വെച്ചിട്ട് പോകുന്നതാണ്. അങ്ങനെ കുത്തി വെച്ചിട്ട് പോയി. ബീച്ചേട്ടൻ ബിസിനസ് പരമായി ഇങ്ങനെ പോകുന്നയാളാണ്. ഫ്രണ്ട്സുമായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നയാളാണ്. 2 ദിവസമൊക്കെ കഴിഞ്ഞ് വരുന്നയാളാണ്. പിന്നെ എനിക്കൊരു ഫോൺ കൊണ്ടാകത്തോണ്ട് ഒരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചു ബീച്ചാറിൻ്റെ. അപ്പോൾ അവരൊക്കെ എല്ലാവരും ചോദിച്ചാൽ എല്ലാവരും കുടുംബക്കാരെയൊക്കെ അറിയിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അവനിങ്ങനെ പോകുന്നതല്ലേ, വന്നോളും, വെയിറ്റ് ചെയ്യുക, വന്നോളും എന്ന് തന്നെയാണ് അവനോട് പറഞ്ഞത്. ഇല്ല, ഞങ്ങൾ ബീച്ചാറിനോട് ഞാൻ പറഞ്ഞു. ബീച്ചാറിനൊക്കെ പറഞ്ഞ് അവനെന്തിനാ എന്നെ കൊല്ലുന്നത്, അവൻ എനിക്കല്ല തരാനുള്ളത് എന്നുള്ള രീതിയിലാണ് ബീച്ചാറിനോട് പറഞ്ഞത്. ഭീഷണി സന്ദേശം ഇവർ തമ്മിൽ വഴക്കിട്ട് നിൽക്കുന്ന സമയത്താണ്. മാസങ്ങൾക്ക് മുമ്പ്. എനിക്കൊരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഓഗസ്റ്റ് സമയത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ എന്നോട് ജോമൻ, ഞാൻ നിങ്ങൾ ആണുങ്ങൾ തമ്മിലുള്ള കാര്യം ആണുങ്ങൾ തമ്മിൽ തീർക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതെനിക്കറിയത്തില്ല. ബീച്ചാറിന് അങ്ങനെ എനിക്കറിയത്തില്ല, അതേക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പോലീസിൻ്റെ അടുത്ത് പോലീസിൻ്റെ അടുത്ത് പോയിട്ട് കേസ് പരമായിട്ട് പോയിട്ടുണ്ടെന്നറിയാലോ. അത് കൂടുതലായിട്ടൊന്നും ബീച്ചാറിന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്തോ പോലീസിന് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ എഗ്രിമെന്റ് പോലീസിന് കൈമാറിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പോലീസിന് അതേക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. നമ്മുടെ കയ്യിലുള്ള എഗ്രിമെന്റ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, ഞാൻ ബീച്ചാറിനോടാണ് പറഞ്ഞിരിക്കുന്നത്. പോലീസിനോടായിട്ട് അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല. അപ്പം ബീച്ചാറിന് ആദ്യമേ എന്നോട് പറഞ്ഞു, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ, നമുക്കല്ലേ തരാനുള്ള ക്യാഷ് തരാനുള്ളതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പെണ്ണുങ്ങളല്ല കൂടുതൽ പറഞ്ഞപ്പോഴേ പുള്ളി അത് സീരിയസ് ആക്കാത്ത രീതിയിലാണ് പുള്ളി പോയത്. പിന്നെ ഇത്രയും നാളിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഒന്നും വന്നില്ലല്ലോ, നമ്മളും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല. ജോമ കണക്കും പ്രകാരം ജോമ ഞങ്ങൾക്ക് തരാനുണ്ട്. അത് എത്രയാണെന്നുള്ളത് ബീച്ചായിട്ട് വ്യക്തം പറഞ്ഞിട്ടില്ല. എന്താ അവരുടെ തമ്മിലുള്ള ജോമോന് കൊടുക്കാനുള്ളത് ബീച്ചാറും കൊടുത്തിട്ടുണ്ട്. അതേക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല കേട്ടോ.
എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നതിന് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ സാധനങ്ങൾ ഞാൻ കണ്ടതാണ്. ബാക്കി വണ്ടിയുടെ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബീച്ചറിന് അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇല്ല 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 അങ്ങനെയില്ല. ഇവിടെ ഇങ്ങനെ ഒത്തിരി പേര് ഈ കനാലിലൊക്കെ വെള്ളം ഉള്ളപ്പോൾ കുളിക്കാനൊക്കെ ഉണ്ടാവും, വണ്ടിയൊക്കെ ഇവിടെ നിർത്താം. നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ കാര്യം. എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കറിയത്തില്ല. അങ്ങനെയൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ജോമോൻ്റെ വൈഫിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഉണ്ടെന്നും ഒക്കെ എനിക്കറിയത്തുള്ളൂ. ഇല്ല വൈഫുമായിട്ടൊന്നും ബീച്ചേട്ടനെ സംസാരിച്ചു, ഞാൻ സംസാരിച്ചിട്ടില്ല. ജോമോനോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ.